ഹലോ ഗായ്സ്. അപ്പോൾ ലൈഫിലെടുക്കുന്ന പല തീരുമാനങ്ങളും തെറ്റിപ്പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ തീരുമാനം എടുത്തത് എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ എന്തുകൊണ്ടത് നേരത്തെ എടുത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഞാൻ ഈ കപ്പ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിലേക്ക് മാറിയത് എന്നെല്ലാം പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ഇത് ചിലപ്പോൾ നിങ്ങൾ പലരും മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാൻ പേടിച്ചിരിക്കുന്ന, പക്ഷെ വേണമെന്ന് ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ടിട്ട് പാഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അറിയാലോ, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഇറിറ്റേഷൻ, ആ വിങ്സ് എങ്ങാനും ശരിയായിട്ട് ഇരുന്നില്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഇച്ചിങ്, പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എവിടെ കൊണ്ടേ കളയും എന്നുള്ള അടുത്ത ടെൻഷൻ. വീട്ടിലിരിക്കുവാണെങ്കിലും കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ വല്ലയിടത്തേക്കും വിരുന്ന് പോവുക അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുക, അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതെന്ത് ചെയ്യും, ഇതിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടേ കളയും, എങ്ങാനും ലീക്കായാലോ, എനിക്ക് ആലോചിക്കാൻ വയ്യ ഗൈസ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എന്താണ് ഫേസ് ചെയ്യേണ്ടി വരും നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ മെൻസ്ട്രുവൽ കപ്പ് എന്ന് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന പേടി എനിക്കും ഉണ്ടായിരുന്നു. ഇതെങ്ങനെ അതിനുള്ളിൽ കുടുങ്ങോ, ഇതെങ്ങനെ വെക്കും, ഇത് ലീക്കാവോ, ഇതെങ്ങനെയാണ് സേഫ് ആണോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പാരൻസ് ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചേച്ചിമാരായിക്കോട്ടെ, ഇവരൊന്നും ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ കുറേ വീഡിയോസ് കണ്ടേ ആ ടൈമിൽ ഞാൻ ഇരുന്ന് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടു, പിന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടു, ഏതാണ് നല്ല കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഏതാണ്, അങ്ങനെയൊക്കെ കുറേ നോക്കി അവസാനമാണ് ഞാൻ തീരുമാനിച്ചു. ഓക്കെ, ഒരു കോളേജിൽ തേർഡ് ഇയർ ആകുമ്പോഴാണ് ഞാൻ നോക്കിയത്, ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. ട്രൈ ചെയ്ത് നോക്കിയാലാണല്ലോ നമുക്ക് എല്ലാം അറിയാൻ പറ്റുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ലല്ലോ പല കാര്യങ്ങളും, നമ്മളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഞാൻ വാങ്ങിയിട്ട് ആദ്യത്തെ മാസം എല്ലാവർക്കും ഉണ്ടാവണ പോലെ തന്നെ പേടിയായതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഞാൻ ഇൻസേർട്ട് ചെയ്തില്ല. അപ്പോൾ എന്ത് ചെയ്തു, ലീക്കായി. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ, ഇത് നമുക്ക് പറ്റിയ പണിയല്ല, ഇതിങ്ങനെയൊന്നുമല്ല ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എടുക്കുമ്പോൾ തന്നെ ഇത് ഞാൻ അവിടെ കുടുങ്ങും എന്ന് വിചാരിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഫോഴ്സ് ചെയ്തിട്ട് എടുക്കാൻ നോക്കി, പെയിനായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത് എന്നെ കൊണ്ട് നടക്കില്ല, ഞാൻ ഇനി ഉപയോഗിക്കില്ല എന്ന് വിചാരിച്ചു. സെക്കൻഡ് മന്ത് എന്ത് ചെയ്തു, ഞാൻ യൂസ് ചെയ്തില്ല. പിന്നെ തേർഡ് മന്ത് ആയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും പാഡ് വാങ്ങാനുണ്ട്. അപ്പോൾ അമ്മ ചോദിച്ചു, പിന്നെ നീ എന്തിനാ ഈ കപ്പ് വാങ്ങിയത്? അപ്പോൾ ഞാനും വിചാരിച്ചു, ശരിയാണ്, ഞാനിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ, ഒന്ന് മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടും കൂടിയില്ല, പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചിരിക്കണമെന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ മൂന്നാമത്തെ മന്ത് ഒരു വീക്കെൻഡ് ആയിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ അന്ന് ഓക്കെ, എന്തായാലും കോളേജിൽ പോകുന്നില്ല. മറ്റേത് കോളേജിൽ പോകുമ്പോഴുള്ള പേടിയായിരുന്നു ഫസ്റ്റ് മന്ത്, ലീക്ക് ആവുമോ, ഇതെങ്ങനെ ചെയ്തില്ല, 2-3 ബസ് മാറിക്കാരണം. അപ്പോൾ അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫസ്റ്റ് മന്ത് ഞാൻ വിട്ട് സെക്കൻഡ് മന്തിലും ഫസ്റ്റ് മന്തിലും ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. തേർഡ് മന്തിൽ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരിക്കില്ല. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഞാൻ രാത്രി വെച്ചു. കോമഡി എന്താണെന്ന് വെച്ചാൽ രാത്രി വെച്ചു, പിറ്റേ ദിവസം നീറ്റ് നോക്കുമ്പോൾ സംഭവം കാണാനില്ല. ഞാൻ വിചാരിച്ചു, തീർന്നു പെട്ട് ആ ഒരു തവണ ഇനിയിപ്പോൾ ഇത് എങ്ങനെ എടുക്കാൻ പറ്റില്ല, അയ്യോ ഇനിയിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാനൊരു 5 മിനിറ്റ് കാമായിട്ട് ഇരുന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ സംഭവം ഓക്കെ, അത് അവിടെ ഉണ്ട്. പിന്നെ ഞാൻ എടുത്തു, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഓക്കെ ആയിരുന്നു. അപ്പോഴും ഈ പകുതി പിന്നെ പിറ്റേ ദിവസം ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ പിന്നെ വെക്കുമ്പോൾ എനിക്ക് ആ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് ഇൻസേർട്ട് ചെയ്തു. എന്ത് ചെയ്തു, ലീക്കായി. അപ്പോൾ മൂന്നാമത്തെ മന്തും ഫ്ലോപ്പായി. പിന്നെ നാലാമത്തെ മന്ത് ആയപ്പോൾ ഞാൻ പിന്നെയും ഒന്നും കൂടിയും ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വെക്കേണ്ടത്, ഒന്നുകൂടിയും കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ട്രിക്കോളൊക്കെ കണ്ടുപിടിച്ച് പിന്നെ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ കണ്ടുപിടിച്ച് ഇതാക്കി. പിന്നെ ഒരു 4th മന്ത് തൊട്ടിട്ട് ഞാൻ ഓക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് ഇതിനോട് യൂസ്ഡായി വന്നു. അപ്പോൾ എനിക്ക് എനിക്കിങ്ങനെ ഒരു ഫീലിംഗ് കിട്ടാൻ തുടങ്ങി, ഇത് എത്രയോ ഭേദമാണ് പാഡ് ഉപയോഗിക്കുന്നതിനെക്കാട്ടും. നമുക്ക് വലിയ ടെൻഷനില്ല, പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, പിന്നെ ഇത് എവിടെയും എടുത്തുകൊണ്ട് പോവാം, വലിയ പ്രശ്നമില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാലും കളയണ്ടല്ലോ, നമുക്കെടുത്ത് അത് ക്ലോസറ്റിൽ ഒഴിച്ചിട്ട് പിന്നെ നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ചുമ്മാ വാട്ടർ കൊണ്ട് സോപ്പോ അല്ലെങ്കിൽ വേറെ ഒരു സാധനങ്ങളോ ആവശ്യമില്ല, ചുമ്മാ നമുക്ക് വാട്ടർ കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്യണം, ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അതിന് തന്നെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഇത് വാങ്ങുന്ന ടൈമിൽ ഞാൻ ഈ കപ്പും പിന്നെ ഒരു കണ്ടെയ്നറുമാണ് വാങ്ങിയിരുന്നത്, സ്റ്റെറിലൈസർ വാങ്ങിയിട്ടുണ്ടല്ലോ. അന്ന് എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല വാങ്ങാൻ സംഭവം. അപ്പോൾ എന്ത് ചെയ്തു, ചൂടുവെള്ളം ഉണ്ടല്ലോ വീട്ടിലല്ലേ ഉള്ളത്, ചൂടുവെള്ളം കുറച്ചെടുത്തിട്ട് ഇതാക്കിയിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് അതിലൊരു 5 മിനിറ്റ്സ് ഇട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് കപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ കപ്പും കണ്ടെയ്നറും കൂടിയിട്ടാണ് അന്ന് വാങ്ങിയിരുന്നത്. ഞാനപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇന്നലെ 2 ദിവസം മുമ്പ് ഞാൻ ഒന്നുകൂടി ഓർഡർ ആക്കിയിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അന്ന് ഞങ്ങൾ കുറേ തപ്പി കണ്ടുപിടിച്ചിട്ട് കിട്ടിയൊരു ബ്രാൻഡാണ് സിറോൺ എന്ന് പറയുന്ന ബ്രാൻഡ്. കൊള്ളാൻ നല്ലതാണ്. ഞാൻ വാങ്ങിയത് സ്മോൾ സൈസാണ് കേട്ടോ, കപ്പിൻ്റെ സൈസ്. ഇപ്പോൾ വാങ്ങിയതും സ്മോൾ തന്നെയാണ്. അപ്പോൾ
ഇത് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് മന്ത്ലി കാശ് ഇറക്കണ്ട. ഒരു വട്ടം എന്താ പറയുക, ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ലൈഫ് ലോങ് അല്ലെങ്കിലും ഒരു 5 ഇയേഴ്സ് ഒക്കെ നമുക്കിത് സുഖമായിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് എന്താ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-2.5 വർഷമായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ സ്റ്റെയിനും കറ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചത്. എന്തായാലും എനിക്കിത് യൂസ്ഫുൾ ആയിരിക്കില്ല, യൂസ്ഫുൾ ആവാണ്ടിരിക്കില്ല. അപ്പോൾ ഒന്നാമത്തേത് മന്ത്ലി നമുക്ക് പൈസ ഇറക്കേണ്ട ആവശ്യമില്ല. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, എടുത്തുകൊണ്ട് പോകാൻ വളരെ വളരെ എളുപ്പമാണ്. ഇച്ചിങ് ഇല്ല, ഇറിറ്റേഷൻ ഇല്ല, അതവിടെ ഉണ്ട് എന്ന് തന്നെ തോന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പല പാഡിൻ്റെ ആഡ്സിൽ നമുക്ക് കാണാം, ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാറി പറന്ന് നടക്കാം, ഒന്നും അറിയില്ല, വാ ഓ എന്നൊക്കെ. പക്ഷേ ഞാൻ പറയാലോ, ഞാൻ 2-3 ബ്രാൻഡ്സ് എൻ്റെ പാഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ടുണ്ട്, അത് അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ലൈക്ക് ഇല്ലാത്ത ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കപ്പ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പറായിട്ട് അത് അവിടെ ഇൻസേർട്ട് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ പിന്നെ നമുക്കത് അവിടെ ഉണ്ടെന്ന് തന്നെ ലൈക്ക് ഒന്ന് മറന്നു പോകുന്നു പറയല്ലോ. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ ഇത് ഫസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, ലൈക്ക് സജസ്റ്റ് ചെയ്തു, എടി നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാ കൊള്ളാം എന്നൊക്കെ. അപ്പോൾ അതിൽ ഒരാൾക്ക് പേടിയാണ്, അവൾ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നില്ല, അവളുടെ പേര് പറയുന്നില്ല, ഓക്കെ. പക്ഷെ രണ്ടാമത്തെ ലൈക്ക് വേറൊരാൾ ഓക്കെ ട്രൈ ചെയ്യാൻ പറ്റും, അവൾ ട്രൈ ചെയ്തിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് അവൾ പറയാം, എടി അഞ്ചോ ഞാനൊരു ദിവസം ചെയ്തിട്ട് കുളിക്കുമ്പോൾ ഞാൻ ഈ സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് മറന്നുപോയി. എന്നിട്ട് അവൾ കുളിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് ഓർമ്മ വന്നതാണ്. ഞാൻ പറയുന്നത് കള്ളാന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഗേൾസ് ആയിരിക്കുമല്ലോ മോസ്റ്റ്ലി വീഡിയോ കാണുന്നത്. ഇനി അച്ഛന്മാരോ അല്ലെങ്കിൽ അനിയന്മാരോ ചേട്ടന്മാരോ കാമുകന്മാരോ ആരെ കാണിച്ചു വെച്ചാലും നിങ്ങൾ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ അനിയത്തിമാരോ കാമുകിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക വീഡിയോ കാണാൻ വേണ്ടി, അവർക്ക് യൂസ്ഫുൾ ആവാണ്ടിരിക്കാം, എനിക്കറിയില്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അത്രയും കംഫർട്ടാണ്. ലൈക്ക് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ ഒരു പാഡിലോട്ടുള്ള ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല ഗൈസ്. എനിക്ക് അങ്ങനെയാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും അത് കംഫർട്ട് ആവുമോ അല്ലെങ്കിൽ എല്ലാവർക്കും സെറ്റ് ആവണമെന്നില്ലല്ലോ. ലൈക്ക് ചിലവരുടെ സെറ്റാവും, ചിലവരുടെ സെറ്റാവില്ല. എൻ്റെ സെറ്റായി, ഓക്കെ, എൻ്റെ ഈ കാര്യത്തിൽ എൻ്റെ സെറ്റായി ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സംഭവം, സിറോൺ. ഇത് ഫ്രണ്ട് ക്യാമറ ആയിട്ട് നിങ്ങൾക്ക് തല തരുന്നിട്ടാവില്ലേ കാണുന്നത്. എന്തായാലും സിറോണ എന്നാണ് സംഭവത്തിൻ്റെ പേര്. ഇത് പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റേ പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമില്ല. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഏത് ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കപ്പ്. ഇത് ഞാൻ ആദ്യത്തെ പർച്ചേസിൽ വാങ്ങിയ കണ്ടെയ്നർ കേട്ടോ. ഇതാണ് സംഭവം. ഇതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആക്കാം, വെള്ളം ഒഴിക്കാം, കപ്പ് ഇതാണ് കപ്പ്. ഇതാണ് സ്മോൾ സൈസ്. ഇത് 15 ml കപ്പാട്ടോ. സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, പിന്നെ ലാർജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അനുസരിച്ച്, ലൈക്ക് മാരീഡ് വുമൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഫ്ലോറിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടൊക്കെയാണ് നമുക്ക് കപ്പ് വാങ്ങുന്നത്. അപ്പോൾ നമുക്കിത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ വാങ്ങിയതും സ്മോളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇട്ട് വെക്കാം, വെള്ളം ഒഴിക്കാം, 5 മിനിറ്റ് ഇതിൽ വെക്കാം. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. സ്റ്റെറിലൈസർ വാങ്ങിയില്ലെങ്കിലും ഞാൻ വാങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ട്. പക്ഷേ വാങ്ങുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോയും ചെയ്യാം യൂസ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതൊരു നല്ലതാണ്, നമുക്ക് ആവശ്യം കഴിഞ്ഞതേ മടക്കി പോക്കറ്റിലിടാം. കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കപ്പിൻ്റെ ഒപ്പം നമുക്ക് ഈ ഒരു ഇതും കൂടി കിട്ടും. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇത് അതിനൊപ്പം തന്നെ അല്ല കേട്ടോ, കപ്പ് മാത്രമേ നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുള്ളൂ. ഇത് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ ഒപ്പം വാങ്ങാം, അങ്ങനെ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്യാനും അതിനും ഉള്ള വഴികൾ നമുക്ക് യൂട്യൂബിൽ നോക്കി. ലൈക്ക് എനിക്കിത് പറഞ്ഞ പോലെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് തുടങ്ങിയെന്ന് ലൈക്ക് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പല മെത്തേഡ്സ് ഉണ്ടായിരുന്നു ഇത് ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനും ഉള്ളതൊക്കെ. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ലൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സി ഫോൾഡ്. സി ഫോൾഡ് ഇതാണ്. ഇത് സുഖമാണ്, ചുമ്മാ ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഓപ്പൺ ആയിട്ട് വരണം. ഇനി ചില സമയത്ത് അത് ഓപ്പൺ ആവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ലൈക്ക് എനിക്ക് എപ്പോഴും ഉള്ളതാട്ടോ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ട്രിക്കാണ്, അല്ലെങ്കിൽ എനിക്ക് വർക്കായ ട്രിക്കാണ്. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നോക്കി ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഓപ്പൺ ആവാത്ത ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നുകൂടി ബാക്കിലോട്ട് പുള്ള് ചെയ്യുമ്പോൾ ഈ വാക്യൂം പോവും. ലൈക്ക് നമ്മൾ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വാക്യൂം പോവും. അപ്പോൾ വാക്യൂം പോകുമ്പോൾ നമുക്ക് കണ്ടോ ഓപ്പൺ ആയി വരുന്നത്. ആ ടൈമിൽ നമ്മളിത് ഒന്നുകൂടി പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നമ്മളവിടെ കയറും. അപ്പോൾ അതാണ് ഒരു ട്രിക്ക്, അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത്. ലൈക്ക് എപ്പോഴും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ് അത്. പിന്നെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ
പണി തീർന്നു ഗൈസ്. ലൈക്ക് നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യണം. നമ്മൾ ഒന്ന് ആദ്യം ഈ സ്റ്റെമ്മ് കാണത്തില്ല. എനിക്ക് ഫസ്റ്റ് ആ ഡീൽ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മ് കാണാനില്ല. ഞാൻ തപ്പിട്ടും കാണില്ല. അപ്പം എൻ്റെ ആകെ കയ്യിൽ നിന്നെല്ലാം പോയി. അപ്പോൾ അതവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാമായിട്ട് നോക്കുക. തപ്പുമ്പോൾ സ്റ്റെമ്മ് കിട്ടും. സ്റ്റെമ്മ് കിട്ടിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എന്താ അതിന് പകരം 1/4 കാൽ ഭാഗം നമ്മളൊന്ന് പുള്ളി ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടോ അടിഭാഗം പിടിക്കാറാവുന്ന വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തിട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് അടിഭാഗം നമുക്ക് കൈ കൊണ്ട് പിടിക്കാനുള്ള അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒരു പകുതി വരെ നമ്മൾ പുള്ളി ചെയ്യുക. എന്നിട്ട് പുള്ളി ചെയ്തിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനി ഇത് ഫുള്ളായിട്ട് പുള്ളി വേദന വരും. പക്ഷേ കുറച്ചുകൂടി വേദന അല്ലെങ്കിൽ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ വേദന തോന്നുക ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പകുതി വരെ പുള്ളി ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് നമ്മൾ ഒന്നുകൂടി സീ ഫോൾഡ് ചെയ്യാൻ നോക്കാം. സുഖമായിട്ട് കിട്ടും. പിന്നെ ആദ്യത്തെ ഒരു കുറച്ച് വട്ടം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളത്തെ ബ്ലഡ് ലീക്ക് ഔട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പുള്ളിയുമ്പോഴും ചെയ്യുമ്പോഴും ഇത് പുറത്തു കൂടെ ഫ്ലോ ചെയ്ത് പോകാനുള്ളതുണ്ട്. എനിക്കറിയാം ലൈക്ക് ഞാൻ പാഡൊക്കെ ഇങ്ങനെ ഡിസ്പോസ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ് കീറിയിട്ട് അതിൻ്റെ ഉള്ളത്തെ പഞ്ഞൊരു ഇതിലായിട്ടും പ്ലാസ്റ്റിക് ഇതായിട്ടും പറയുമ്പോൾ തന്നെ ഒരു ഇതാണല്ലോ. എനിക്കറിയാം ലൈക്ക് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ലൈക്ക് എല്ലാവരും കത്തിക്കുന്നുണ്ടാവില്ല. എനിക്ക് ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യുക, ഞാൻ ഫ്ലഷ് ചെയ്യലാണ് ചെയ്യൽ. കത്തിക്കാൻ ലൈക്ക് ആ മണം പറ്റത്തില്ല. അതുകൊണ്ട് ഫ്ലഷ് ചെയ്യലാണ് പതിവ്. വീട്ടിലത്തെ ടോയ്ലറ്റ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് വേറെ വല്ലോടെയും പോയി നിന്നിട്ട് അവരുടെ ഒന്നുമില്ലല്ലോ ചെയ്യുന്നത്, സ്വന്തമല്ലേ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഫ്ലഷ് ചെയ്യലാണ് ചെയ്യൽ. അപ്പോൾ പക്ഷേ ഇത് രണ്ടും ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടാണ് ചെയ്യൽ. അപ്പോൾ അതൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ലൈക്ക് പുള്ളി ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബ്ലഡ് എന്താ ലീക്കായാൽ അല്ലെങ്കിൽ പുറത്തു പോയാൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ എത്രമാത്രം തോന്നുമ്പോൾ യക്ക് ഒക്കെ തോന്നുമെങ്കിലും നിങ്ങളത് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊന്ന് ഒരു ഓക്കെ ആയി കുറേ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആണ് എല്ലാവരും എന്താ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടിയാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാവും ഞാൻ പറയാലോ, ട്രൈ ചെയ്ത് നോക്കിയാലാണ് എല്ലാം നടക്കുള്ളൂ. എൻ്റെ ഈ വീഡിയോസ് ഇടുന്നത് വരെ ഒരു പരീക്ഷണമാണ്. അപ്പോൾ പരീക്ഷിച്ച് നോക്കുക. ചിലതൊക്കെ സക്സസ് ആവും, ചിലവരുടെ സക്സസ് ആവില്ല. ചിലവർക്ക് പാഡ് തന്നെയായിരിക്കും കംഫർട്ടബിൾ. പിന്നെ പറയാമല്ലോ, ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു കംഫർട്ട് വേണം. ലൈക്ക് പീരിയഡ്സ് ആണെങ്കിലും പീരിയഡ്സ് ആണ്, ഈ പാഡ് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്നൊക്കെ എനിക്ക് ഓക്കെ ഒരു മോചനം കിട്ടിയ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. നിങ്ങളെല്ലാവരും ഇതിലേക്ക് മടിച്ച് നിൽക്കുകയാണ് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പേടിച്ചിരിക്കുവാണ്, കുടുങ്ങുമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ലൈക്ക് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതൊക്കെ കണ്ട് പഠിക്കാം. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അത് ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനൊക്കെ. അതൊക്കെ ലൈക്ക് എന്ത് ചെയ്യുക, റെഫർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ലൈക്ക് സജസ്റ്റ് ചെയ്യാമല്ലോ നമുക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കൊന്ന് ചെയ്ത് നോക്കൂ എന്ന് പറയുന്ന അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ 2 to 3 ഇയേഴ്സിൻ്റെ മെൻസ്ട്രൽ കപ്പ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ചെയ്തു. ലൈക്ക് ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും, ലൈക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.